കൃത്യമായ തർബിയത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. എന്താണ് ഈ ലഹരിയുടെ, ഞാൻ കൂടുതൽ സമീപകാല ഇൻസിഡൻസുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നമുക്കറിയുന്നതാണ്. ഓരോ ദിവസവും പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, മീഡിയ തുറന്നു നോക്കിയാൽ ലഹരിക്കടിമപ്പെട്ടവരുടെ നീണ്ട നിരയാണ്. സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ഇട്ടേച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ഒരു ചെറുപ്പക്കാരൻ, ഇറങ്ങി വന്ന ഒരു പെണ്ണിനെ കത്തി കൊണ്ട് കുത്തി മലർത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം മീങ്ങാപ്പുഴയിൽ നിന്ന് നമുക്ക് വായിക്കേണ്ടി വന്നത്. ലഹരിയായിരുന്നു, എപ്പോഴും കത്തി കയ്യിൽ കരുതുമായിരുന്നു എന്നാണ്. വെഞ്ഞാറമൂടിൽ 5 പേരെ കൊലപ്പെടുത്തിയ ദാരുണമായ ഒരു കൊലപാതകത്തെ കുറിച്ച് ദീർഘദിവസം നമ്മൾ ചർച്ച ചെയ്തു. ആരാണ് ഇതിന്റെയൊക്കെ പ്രതികൾ? ഇന്നലെ മലയാള മനോരമയിൽ കോഴിക്കോട് ജില്ലയിലെ ലഹരി സ്പോട്ടുകൾ അടയാളപ്പെടുത്തുന്ന ഒരു വാർത്ത, ഓരോ സ്ഥലങ്ങളിലും എവിടൊക്കെയാണ് വ്യാപകമായി ലഹരി വിതരണം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ എഡിഷനിൽ അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഓരോ നാട്ടിൻപുറങ്ങളിൽ പോലും ലഹരികൾ സുലഭമായി കിട്ടുന്ന ഒരു കാലത്ത് ലിബറലുകളാകാൻ, ഈ സമൂഹം അരക്ഷിതമാകണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്തീസ്റ്റുകളുള്ള കാലത്ത് നിരീശ്വരവാദികളുടെ ശ്രമം തന്നെ എന്താണ്? മതമാണ് ഇവിടത്തെ കെട്ടഴിഞ്ഞ ജീവിതത്തിന് വിഘാതം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മതത്തിന്റെ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് മതത്തെ പരിഹാസ വിധേയമാക്കണം, സമൂഹത്തിൽ എപ്പോഴും പരിഹസിച്ചുകൊണ്ടേയിരിക്കണം എന്ന് കരുതുന്ന ആളുകളുണ്ട്. നിങ്ങൾ നോക്കി, ഇസ്ലാമിനോടായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരം എത്തീസ്റ്റുകളാണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാവുക. എക്സ് മുസ്ലിംസ് ഉണ്ടാവും, എക്സ് ഹിന്ദുസും ക്രിസ്ത്യൻസും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇസ്ലാമിനെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ധാർമ്മിക മൂല്യങ്ങൾ ഇവിടെ നിന്നാൽ ഈ സമൂഹത്തെ അരക്ഷിതമാക്കാൻ കഴിയില്ല, അരാജകത്വമായ ഒരു സമൂഹമാക്കി ഈ സമൂഹത്തെ മാറ്റാൻ കഴിയില്ല എന്നതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല്യങ്ങളെയൊക്കെ വിദ്യാർത്ഥികൾക്കിടയിലും സമൂഹത്തിനിടയിലും നിസ്സാരവൽക്കരിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും ഇവർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ കുട്ടികളിലേക്കോ നമ്മുടെ മക്കളിലേക്കോ കുടുംബങ്ങളിലേക്കോ ഈ ഫെമിനിസ്റ്റ് കാഴ്ചപ്പാടുകളും ലിബറൽ ചിന്താഗതികളും എല്ലാം കടന്നു വരുന്നുണ്ട്, നമ്മൾ അറിയാതെ വരുന്നുണ്ട്. നോക്കി നിങ്ങൾ, നമ്മൾ ഏത് സദസ്സുകൾ എടുത്തു നോക്കിയാലും 20 വയസ്സിന്റെ താഴെയുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയില്ല, 25 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളെ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പൊ അടുത്ത് ബാലുശ്ശേരി ഭാഗത്തൊരു പരിപാടിക്ക് പോയി, യുവാക്കളുടെ വഴിതെറ്റുന്ന യുവാക്കൾ എന്നാണ് എനിക്ക് വിഷയം കിട്ടിയത്. ഞാൻ സദസ്സ് നോക്കിയപ്പോൾ ഒരൊറ്റ യുവാവ് ആ സദസ്സിലില്ല. എന്ത് യുവാക്കളെ പറ്റി പറയാനാ? ഈ വയസ്സായ ആളുകളോട് യുവാക്കളെ പറ്റി, യുവത്വത്തെ പറ്റി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ദീനിൽ നിന്ന് അകന്നു പോകുന്നതല്ല ശരിക്ക്. വളരെ നിഷ്കളങ്കരായ എല്ലാവരും ശുദ്ധ പ്രകൃതക്കാരാണ്, എല്ലാവരും ശുദ്ധ പ്രകൃതക്കാരാണ്. ഈ ലഹരിക്കടിമപ്പെട്ട് 5 പേരെയും 10 പേരെയും കൊലപ്പെടുത്തുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവന്റെ സാഹചര്യമാണ്, ആ നിമിഷമാണ്. ഒരു പക്ഷേ അവന് പശ്ചാത്താപം തോന്നിയേക്കാം, നന്നാവണം എന്നുള്ള താല്പര്യം തോന്നിയേക്കാം. ആ ഒരു പശ്ചാത്തലത്തിലേക്ക് കുട്ടികൾ കടന്നുപോയ ഒരു സാഹചര്യത്തെ കുറിച്ച് ഇനിയും നമ്മൾ വിചാരപ്പെടുന്നില്ലെങ്കിൽ അടുത്ത ഒരു ജനറേഷൻ ഭീതിജനകമായ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ച മൃഗീയത എന്ന് പോലും പറയാൻ പറ്റാത്ത, മൃഗങ്ങൾ പോലും ചെയ്യാത്ത കർമ്മങ്ങളിലേക്ക് അവർ ചെന്ന് പതിക്കുന്ന, നിപതിക്കുന്ന അതിദാരുണമായ ഒരു അവസ്ഥ നമുക്ക് കാണേണ്ടി വരും എന്നതിൽ സംശയമല്ല. നമ്മുടെ വീടകങ്ങളിൽ തർബിയത്ത് തുടങ്ങണം. പരിപാലനം, പാരന്റിംഗ് എന്ന് പറയുന്നത് തർബിയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഉത്തരവാദിത്വം ഒരു കുഞ്ഞിനെ പ്രസവിച്ചത് മുതൽ കുഞ്ഞിന്റെ ആരോഗ്യ സംബന്ധമായ, അവരുടെ സുരക്ഷാ സംബന്ധമായ എല്ലാ കാര്യങ്ങളും അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നോക്കണം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. തർബിയത്ത് എന്നാൽ ഒരു വസ്തുവിനെ ആവശ്യമുള്ള സന്ദർഭത്തിൽ, ആവശ്യമുള്ള തോതനുസരിച്ച്, ആവശ്യമുള്ള സമയത്ത്, ആവശ്യമുള്ളതനുസരിച്ച് കൊടുക്കുന്നതിനാണ്, അത് കൊടുത്ത് അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നതിനാണ് തർബിയത്ത് എന്ന് പറയാം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ ഖുർആൻ പഠിപ്പിച്ച ദുആ ആണ്, റബ്ബിർഹംഹുമാ, ഞങ്ങളുടെ റബ്ബേ നീ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കരുണ ചൊരിയണം. അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണം എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ ചെയ്യാൻ പഠിപ്പിച്ചെടുത്ത് തന്നെ അതുണ്ട്. കമാ റബ്ബയാനി സഗീറാ, അവർ ഞങ്ങളോട് ചെറുപ്പത്തിൽ എങ്ങനെയാണോ പെരുമാറിയത് അതുപോലെ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം. അപ്പൊ ചെറുപ്പം മുതൽ തന്നെ, കുഞ്ഞിനെ ജനിച്ചതു മുതൽ തന്നെ അവരുടെ ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും അവരെ തർബിയത്ത് ചെയ്യുന്നതിലും ഓരോ ഘട്ടങ്ങളിലും ഉമ്മയും ഉപ്പയും നിർവഹിക്കേണ്ട ദൗത്യങ്ങളെ പറ്റിക്കൊണ്ട് പറയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ കുട്ടികളെ പരിഗണിക്കണം. ഉമ്മമാര് മുല കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. മാത്രമല്ല ആ സന്ദർഭത്തിലുള്ള സംസാരത്തെ സൂക്ഷിക്കണം. ഗീബത്തും നമീമത്തും കളവും പറഞ്ഞുകൊണ്ട് കുട്ടിയെ മുലയൂട്ടരുത്. ഹറാമായ കാഴ്ചകൾ, സിനിമയും വേണ്ടാത്തരങ്ങളും കണ്ടുകൊണ്ട് കുട്ടിയെ മുലയൂട്ടരുത്. മുല കൊടുക്കുന്ന സമയത്തുള്ള ചിന്തകൾക്ക് പോലും മക്കളിൽ സ്വാധീനമുണ്ടെന്നാണ് ഇമ്മത്ത് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ചെറിയ പ്രായം മുതൽ തന്നെ മക്കളെ പരിപാലിച്ചു കൊണ്ടുവരുന്നിടത്ത് അബദ്ധം പറ്റിയാൽ അത് വലിയ ഗൗരവത്തിലുള്ള വീഴ്ചകളായി നമ്മുടെ കുടുംബത്തിൽ അത് കാണാൻ കഴിയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നല്ലോണം ആലോചിക്കണം. ശുദ്ധ പ്രകൃതക്കാരായി അല്ലാഹു അമാനത്തായി ഏൽപ്പിച്ച മക്കളെ ഓരോ ഘട്ടങ്ങളിലും നല്ല രൂപത്തിൽ നമ്മൾ പരിചരിക്കേണ്ടതുണ്ട്. ഗസാലി ഇമാം പരിചയപ്പെടുത്തുന്നത് കാണാം. മനുഷ്യന്റെ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടല്ലോ, ഉപബോധ മനസ്സുണ്ടല്ലോ, ചെറിയ കുട്ടിയുടെ ഉപബോധ മനസ്സുണ്ടല്ലോ, 5 വയസ്സുള്ള 6 വയസ്സുള്ള എന്നല്ല 3 വയസ്സുള്ള കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ കഴിവുള്ള കുട്ടികളുടെ ചെറിയ മനസ്സിലേക്ക് നമ്മൾ അറിയാതെ, അവരറിയാതെ പല കാരണങ്ങളും കടന്നുകൂടുന്നുണ്ട്, പല സംഗതികളും കടന്നുകൂടുന്നുണ്ട്. നമ്മൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ആ മക്കള് കാണുമ്പോൾ അവരുടെ അൺകോൺഷ്യസ് മൈൻഡ്, അവരുടെ ഉപബോധ മനസ്സ് അതിനെ ചോരണം ചെയ്യുന്നു. അതിനെ സ്വീകരിച്ചുകൊണ്ട് അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ പരിസരങ്ങൾ ആദ്യം വളരെ ക്ലിയർ ആകണം. വീട്ടിലെ സാഹചര്യങ്ങൾ ക്ലിയർ ആകണം. ഇസ്ലാമിക അന്തരീക്ഷം ഉണ്ടാകണം. നല്ലൊരു ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീനും ഹദ്ദാദും ഓതുന്ന കുടുംബം നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ നമ്മുടെ മക്കളും ആ ഒരു പശ്ചാത്തലത്തിലേക്ക് ഇങ്ങനെ വരും. മക്കളെ കൈപിടിച്ചുകൊണ്ട് നന്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർ വരും. അല്ലാതെ പുതിയ കാലഘട്ടമാണ്, കുട്ടികൾ ഇങ്ങനെയൊക്കെ ആവുള്ളൂ, ഇങ്ങനെ നടക്കുള്ളൂ, കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ അയച്ചു വിട്ടുകൊടുക്കണം എന്ന് കരുതിയാൽ ഒരു നിലക്കും മക്കളെ നമ്മൾ വിചാരിച്ച റൂട്ടിൽ കിട്ടൂല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പാരന്റിംഗ് ടെക്നിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ലഅബുഹും സബ്ആ, 7 വയസ്സുവരെ കുട്ടികളോട് ഒന്നിച്ചുകൊണ്ട് കളിക്കണം എന്നാണ്. ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത് വളരെ വലിയ റോളുള്ളവരാണ്. വല്യമ്മ വല്യുപ്പമാർ മക്കളുടെ രൂപീകരണത്തിൽ ഒരുപക്ഷെ പിതാവ് ഗൾഫിലായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരായിരിക്കും. പലപ്പോഴും വീട്ടിൽ ഫ്രീ ആയി ഉണ്ടായിരിക്കുക ഒരുപക്ഷെ വല്യമ്മ വല്യുപ്പമാരായിരിക്കും. പക്ഷെ കുട്ടികൾക്ക് ഇന്ന് മുതിർന്നവരോടുള്ള ബഹുമാനവും സ്നേഹവും എല്ലാം പോയി. അതിന് വലിയൊരളവോളം കാരണം ഈ പാരന്റ്സ് എന്നായിരിക്കും. മുതിർന്നവരുടെ സ്ഥാനവും മാനവും അവരുടെ മൂല്യവും ഈ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നിടത്ത് ഭംഗം വന്നിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും ബന്ധപ്പെടുന്ന സമയം, ഏറ്റവും അടുപ്പം പ്രാപിക്കുന്ന സമയം സുജൂദിൽ കിടക്കുന്ന സമയമാണ്. അഥവാ മുത്തുനബി വളരെ ഗൗരവത്തിലുള്ള സമയമാണ് സുജൂദിൽ കിടക്കുന്ന നേരം. ആ സമയത്താണ് പേരക്കുട്ടികളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിരടിയിൽ പോയിരിക്കുന്നു. തങ്ങൾ അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ കിടന്നു കൊടുക്കുകയാണ്. മാത്രമല്ല പലപ്പോഴും ആ മക്കൾക്ക് കയറാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുമ്പിട്ട് കൊടുത്തിട്ട് ആനകളി കളിപ്പിക്കുന്നു, കുതിരകളി കളിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന വല്ലുപ്പയെ നമുക്കവിടെ കാണാൻ കഴിയുന്നത് എത്ര നല്ല സൈക്കോളജിക്കൽ ഇടപെടലാണ്, പേരക്കുട്ടികളോടുള്ള പെരുമാറ്റമാണ്. വീട്ടിലേക്ക് വരുമ്പോൾ മിഠായി കൊണ്ടുവരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പേരക്കുട്ടികൾക്ക് ആഭരണം വാങ്ങിക്കൊടുത്ത അനുഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ദൗത്യം പലപ്പോഴും നിർവഹിക്കാൻ നമ്മളെ വല്ലുമ്മമാർക്ക് കഴിയുന്നില്ല. അവരും മൊബൈൽ ഫോണിലാണ്, അവരും വേറെ പല ശുഗലിലുമാണ്. അവർക്ക് കുട്ടികളുടെ ഒച്ചപ്പാട് കേൾക്കാൻ പറ്റൂല. വീട്ടിൽ ചെന്നാ പിന്നെ മക്കളൊക്കെ മിണ്ടാതിരിക്കണം. ചില വല്ലുപ്പമാര് പറയും, ഞാൻ അങ്ങോട്ട് വീട്ടിലേക്ക് ചെന്നാൽ പിന്നെ കുട്ടികളൊക്കെ ശാന്തരാണ് എന്നെല്ലാവർക്കും പേടിയാണ്. വലിയ ക്രെഡിറ്റ് ആയിട്ട് പറയണാണ്. ലഅിബുഹും സബ്ആ, പേടിപ്പിക്കരുത്. വല്ലുപ്പാരെന്ന് പറഞ്ഞാൽ കുട്ടികളെ സ്നേഹം പിടിച്ചു പറ്റേണ്ട സമയത്ത് സ്നേഹം പിടിച്ചു പറ്റണം. ഇത് കണ്ടൂടെ? മക്കൾ ഒച്ചപ്പാടുണ്ടാക്കണം, മക്കൾ ചാടിക്കളിക്കുന്നത് ഓടിക്കളിക്കുന്നതൊക്കെ ചിലർക്ക് ഇപ്പോഴത്തെ കാലം അങ്ങനായി. ഇവരെ പരിചരണം, ഇവരെ സ്വന്തം മക്കളെ പോലെ നോക്കാൻ കഴിയണം. സ്വന്തം മക്കൾ തന്നെയാണ്, മക്കളുടെ മക്കൾ തന്നെയാണ്. അതുപോലെ നോക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്താൽ ഒരു പരിധി വരെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ ഗ്രാൻഡ് പാരന്റ്സിന്റെ റോള് പോയി, പലപ്പോഴും പോയി. എല്ലാവരും മൊബൈൽ ഫോണിലാണ്, വലിയൊരു മൊബൈൽ ഫോണിലാണ്, വയസ്സുള്ളവരും എല്ലാവരും ഫോണിലാണ്. ആ റോള് നമ്മൾ തിരിച്ചു പിടിക്കണം. മക്കളോട് എത്രയാണോ അങ്ങോട്ട് സ്നേഹം കൊടുക്കുന്നത്, മക്കൾക്ക് എത്ര സമയം കൊടുക്കാനുണ്ടോ, എത്ര സ്നേഹവും കാരുണ്യവും നമ്മൾ പങ്കുവെക്കുന്നുണ്ടോ, അതനുസരിച്ചാണ് ഇങ്ങോട്ടും മക്കളിൽ നിന്ന് സ്നേഹം കിട്ടുക. ഇന്നഹു മല്ലാ യർഹം ലാ യുർഹം, അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തവർക്ക് ഇങ്ങോട്ട് സ്നേഹം കിട്ടില്ലെന്നാണ്. ചെറിയ പ്രായം മുതൽ തന്നെ മക്കൾക്ക് സമയം കൊടുക്കണം. ലാഇബുഹും സബ്ആ, 7 വയസ്സ് വരെ കുട്ടികളോട് ഒന്നിച്ചുകൊണ്ട് കളിക്കണം. അവരോട് ദേഷ്യപ്പെടാൻ പാടില്ല. ഇസ്ലാമികമായ ടെക്സ്റ്റുകളിൽ എവിടെയും 7 വയസ്സ് വരെ കുട്ടികളെ അടിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. മുറുസ്സബിയ ബിസ്സലാത്തി ഇദാ ബലഗ 7 സിനീൻ, 7 വയസ്സ് വരെ നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണമെന്നാണ്. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 7 വയസ്സായാൽ. അവിടെ അടിക്കണം എന്നല്ല, അടിക്കാൻ പറയുന്നത് എപ്പോഴാ? 10 വയസ്സായിട്ടും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവരടിക്കണം എന്നാ പറയുന്നത്. പലപ്പോഴും മക്കൾ ചീത്ത വരാൻ ആകാനുള്ള ഒരു കാരണമായി അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നത്, മക്കൾ പലപ്പോഴും വഴികേടിലായി പോകാനുള്ള ഒരു കാരണം മാതാപിതാക്കളുടെ ദേഷ്യവും സമീപനങ്ങളുമാണ് എന്നാണ്. മാതാപിതാക്കൾ അകാരണമായി മക്കളോട് തെറി വിളിക്കാൻ പാടില്ല. പണ്ടത്തെ കാലത്ത് അത് വ്യാപകമായിരുന്നു, അത്ര ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്താണ് മാതാപിതാക്കൾ മക്കളോടുണ്ടാകേണ്ട സമീപനം? നമ്മുടെ ദേഷ്യം നമ്മുടെ മക്കൾ വഴിവിളക്കാനുള്ള കാരണമാകരുത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് ശകാഅൻ ബഅദി ഔലാദിഹി, അവരുടെ മക്കളിൽ ചില ആളുകളെ പറ്റി പരാതി പറയുന്നു. ശൈഖേ, മക്കള് പറയുന്നത് കേൾക്കുന്നില്ലെന്നാണ് പരാതി. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ മക്കൾക്കെതിരെ തെറി പറയാറുണ്ടോ? ശാപവാക്കുകൾ പറയാറുണ്ടോ? മക്കൾക്കെതിരെ ദുആ ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതെ, ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നാൽ മക്കള് പറഞ്ഞതനുസരിക്കാതിരിക്കാനുള്ള കാരണം തേടി നീ മറ്റെവിടെയും പോകേണ്ട. നിന്റെ ദേഷ്യം വരുമ്പോഴുള്ള നിന്റെ പ്രയോഗങ്ങളുണ്ടല്ലോ, ദേഷ്യം വരുമ്പോൾ നീ പറയുന്ന വാക്കുകളുണ്ടല്ലോ, ആ വാക്കുകളാണ് നിന്റെ മക്കൾ കേടുവരാനുള്ള കാരണം. അൻതല്ലദീ അഫ്സദതഹു, നീയാണ് നിന്റെ മക്കളെ ബടക്കാക്കിയത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കൊണ്ടുവരുന്നു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ. വളരെ ചെറിയ പ്രായത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ മദീനയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയപ്പോൾ മദീനക്കാരായ എല്ലാവരും മുത്തുനബിയെ കാണാൻ വന്നു. പക്ഷെ അന്നൊരു നിയമമുണ്ട്, കാണാൻ വരുന്നവരൊക്കെ സമ്മാനം കൊടുക്കണം. പക്ഷെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ കയ്യിൽ സമ്മാനം കൊടുക്കാൻ ഒന്നുമില്ല. പാവപ്പെട്ട ഒരു ഉമ്മയാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. തങ്ങളെ കാണാൻ പോകാൻ കഴിഞ്ഞില്ല.
മദീനയുടെ ഒരു തെരുവിൽ വല്ലാതെ സങ്കടപ്പെട്ടുകൊണ്ട് കുഞ്ഞു മോനെയും പിടിച്ചിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അങ്ങനെ നിന്നു. പക്ഷെ നിക്കപ്പൊറുതിയില്ലാതെ വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ചെറിയ മോന്റെ കയ്യും പിടിച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യും പിടിച്ചിട്ട് ചെന്നു. തങ്ങളോട് പറഞ്ഞു, തങ്ങളെ, എനിക്ക് അങ്ങേ കാണാതിരിക്കാൻ നിർവാഹമില്ല. മദീനത്തുള്ള എല്ലാ ആണും പെണ്ണും അങ്ങേ കാണാൻ വേണ്ടി വന്നു. എല്ലാവരും സമ്മാനം തന്നു. എനിക്ക് സമ്മാനം തരാൻ എന്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. വലം മജിദ് ഇൻദി ഗൈറ ബനി ഹാദാ, എന്റെ അടുക്കൽ അങ്ങേക്ക് തരാൻ ഇതാ എന്റെ അനസ് മോനല്ലാതെ മറ്റൊന്നുമില്ല നബിയേ. ഫഖുദുഹു വഫഅൽഹു മാ ശിഅത യാ റസൂലല്ലാഹ്. അതുകൊണ്ട് എന്റെ അനസ് മോനെ അങ്ങ് സ്വീകരിച്ചിട്ട് അങ്ങിഷ്ടം പോലെ വേണ്ടതൊക്കെ ചെയ്യിപ്പിച്ചോളൂ നബിയേ. ഈ അനസ് മോനെ അങ്ങേക്ക് സമർപ്പണമാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ കൊച്ചുമോനാകുന്ന അനസിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചപ്പോ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, 10 കൊല്ലത്തോളം മുത്തുനബിയുടെ കൂടെ കൂടിയിട്ട് ഒരിക്കൽ പോലും എന്നെ ദേഷ്യപ്പെട്ടിട്ടില്ല. എന്നെ വിളിക്കേണ്ടി വരുമ്പോൾ മുത്തുനബി വിളിക്കാറുള്ളത് പലപ്പോഴും യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ, മറ്റു പലപ്പോഴും യാ ഉനൈസ്, അനസ് മോനെ എന്നല്ലാതെ നബി എന്നെ വിളിച്ചിട്ടില്ല. ഒരു സംഗതിക്കും എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു സന്ദർഭത്തിൽ എനിക്കൊരനുഭവമുണ്ടായി. എന്നെ മാർക്കറ്റിലേക്ക് പറഞ്ഞയക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവപ്പെട്ട ഒരാവശ്യത്തിന് വേണ്ടിയാണ് പറഞ്ഞയച്ചത്. ഞാനാകട്ടെ വഴിയിൽ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടികളോടൊന്നിച്ച് ഞാനും കളിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴും എന്നെ കാണാതെ വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് ഞാൻ കളിക്കുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ കളിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ശഅർതു ബി ഇൻസാനിൻ യഖിഫു ഖൽഫി വയഖുദു ബി തൗബി, എനിക്ക് തോന്നാണ് എന്റെ ബാക്കിൽ ആരോ നിൽക്കുന്നുണ്ട്, എന്റെ കുപ്പായം ആരോ പിടിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നാണ്. ഫൽതഫത്തു ഖൽഫി, ഞാൻ എന്റെ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്റെ കുപ്പായം പിടിച്ചിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ചിരിച്ചിട്ട് എന്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് ചോദിക്കുന്നു, അദഹബത ഹൈസു അമർതുക യാ ഉനൈസ്, അനസ് മോനെ, ഞാൻ പറഞ്ഞോടത്ത് മോന് പോയോ? ഞാൻ ഒരാവശ്യത്തിന് പറഞ്ഞയച്ചതല്ലേ, മോനവിടെ പോയോ എന്ന് ചോദിച്ചപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൽആൻ ദാഹിബുൻ യാ റസൂലല്ലാഹ്, ഇതാ ഇപ്പോ ഞാൻ പോവാണ് നബിയേ എന്നും പറഞ്ഞിട്ട് അനസ് മോനങ്ങ് ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പോകുന്നത് കണ്ടിട്ട് ഇങ്ങനെ ചിരിച്ചു നിന്നു. ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോശം വാക്ക് ഉപയോഗിച്ചില്ല. നമ്മൾ ഗൗരവത്തിലെടുക്കണം. നമ്മളാണ് മക്കളെ ഒരു സാധനം വാങ്ങാൻ പറഞ്ഞേച്ചെന്ന് വെച്ചോളി, 1 മണിക്കൂറോ എന്നല്ല 2-3 മണിക്കൂർ വേണ്ട, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും കുട്ടിനെ എത്തേണ്ട സമയത്ത് കാണാതിരുന്നാൽ പിന്നെ ആ കുട്ടിനെ വിളിക്കാത്ത വാക്കുണ്ടാവില്ല. ഇവിടെ വാജി, ഹറാം പറഞ്ഞവനെ, ഇബിലീസ്, കുരുപ്പെ, ബലാലെ, എന്താണോ ഹറാം പറഞ്ഞവൻ എന്ന് പറഞ്ഞാല് ഉത്തരവാദി മന്നെ, ഹറാമിൽ പറഞ്ഞവൻ എന്നതിന്റെ അർത്ഥം. എന്തൊക്കെ വിളിക്കപ്പണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയാ. ആ പറച്ചിലുകൾ ഒരു പക്ഷേ മക്കൾക്ക് പ്രതികൂലമായി ബാധിച്ചേക്കാം. നമ്മുടെ ദേഷ്യം മക്കൾ വടക്കാവാൻ കാരണമാകരുത്. ലഅഇബുഹും സബ്അ, നമ്മൾ കുട്ടികളോട് ഒന്നിച്ച് നല്ല രൂപത്തിൽ ആ 7 വയസ്സുവരെയുള്ള പ്രായത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അവരുടെ ഉമ്മയും ഉപ്പയുമായി മാറണം, വല്യുമ്മയും വല്ലുപ്പയുമായി മാറണം. ബാക്കിയുള്ളവരോട് ഇഷ്ടമുണ്ടാവാൻ പാടില്ല എന്നല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടവർ
അവരുടെ ഉമ്മയും ഉപ്പയും വല്യുമ്മയും വല്യുപ്പയും സ്നേഹം കൊണ്ട് അവർക്ക് സമയം കണ്ടെത്തണം. ഗൾഫിലായിരിക്കും പലപ്പോഴും നമുക്ക് അവരെ കാണാനും അവരോട് ഇടപഴകാനും കഴിയുന്നില്ലെന്ന് വന്നേക്കാം. എന്നാലും ഉമ്മമാരുടെ തർബിയത്ത് അവിടെ ഉണ്ടായിരുന്നു. പഴയ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ്. 4 കൊല്ലം ഗൾഫിൽ നിന്നിട്ടൊക്കെ വരുന്ന കാലത്ത് നമ്മൾ മക്കളെ പോറ്റിയിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇത്ര വൃത്തികേടായ മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ. അതിന്റെ കാരണം എന്താണ്? തർബിയത്തിന്റെ ഉത്തരവാദിത്വം ഉമ്മമാര് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഗൗനിക്കപ്പെടുന്ന കാരണവന്മാരെ, മൂത്താപ്പമാരെ പരിഗണിക്കുന്നവരുണ്ട്. എന്നാൽ സ്വന്തം അപ്പുറത്തും ഇപ്പുറത്തും യാതൊരു ബന്ധവുമില്ലാത്ത കാലം, കുട്ടിക്ക് ഉപ്പാനോടും ബന്ധമില്ല, ഉമ്മാനോടും ബന്ധമില്ലാത്ത കാലം. ലാഇബുഹും സബ്ആ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. ആ കുട്ടികളോടൊന്നിച്ച് സമയം ചെലവഴിക്കാൻ, ജോലി തിരക്കുകളുള്ളവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും മറ്റെല്ലാ എന്റർടൈൻമെന്റുകളിൽ നിന്നും നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ മക്കളോടൊന്നിച്ച് വിനിയോഗിക്കാനും അവരോട് സംസാരിക്കാനും കളിക്കാനും സമയം കണ്ടെത്തണം. കാരണം ബുദ്ധിവികാസം പ്രാപിക്കുന്ന അവരുടെ ഉപബോധ മനസ്സിൽ ഉപ്പയും ഉമ്മയും ഏറെ പ്രിയപ്പെട്ടവരായി മാറേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, വഅദ്ദിബുഹും സബ്ആ, 7 മുതൽ 14 വരെയുള്ള സന്ദർഭത്തിൽ അദബ് പഠിപ്പിക്കണമെന്നാണ്. ഇവിടെയാണ് പലപ്പോഴും നമ്മളിൽ പലർക്കും ഭംഗം വരുന്നത്. പലപ്പോഴും പല പാളിച്ചകൾ വരുന്നത് ഇവിടെയാണ്. 7 വയസ്സുള്ള കുട്ടിയുടെ അവബോധ മനസ്സിലേക്ക് നന്മകൾ കയറ്റി കൊടുക്കേണ്ടതിനു പകരം ബാർബർ ഷോപ്പിൽ കുട്ടിയെ കൊണ്ടുപോയിട്ട് അവന് മോഡേണായ രൂപത്തിൽ മുടി വെട്ടി കൊടുക്കുന്നു. കുട്ടിക്കറിയൂല ഇതേത് മോഡലാണെന്നറിയില്ല. ഉപ്പ പറയാണ്, ഇന്നാലിനെ കട്ടിൽ മുടി കെട്ടിക്കോ. വളർന്നു വരുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് നന്മകൾ കടത്തേണ്ടതിനു പകരം വസ്ത്രവിധാനങ്ങളിൽ മാന്യതയില്ലാത്ത കുട്ടികളാണല്ലോ എന്നാണ് പറയാ. എന്നാലും മാന്യമല്ലാത്ത വസ്ത്രങ്ങൾ കുട്ടികളെ കൊണ്ട് ധരിപ്പിച്ചുകൊണ്ട് അവരുടെ ആ നല്ല കാലത്ത് നമ്മൾ ഇങ്ങനെ വളർത്തുന്നു. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ ഇതാണ് എന്റെ റൂട്ട് എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായി വരും. ആവുന്ന രൂപത്തിലൊക്കെ നല്ല നിലക്ക് നമുക്ക് തർബിയത്ത് ചെയ്തൂടെ? കഴിയുന്ന രൂപത്തിൽ. സാഹചര്യങ്ങളിൽ ഒരുപാട് പ്രതികൂലമായ ചുറ്റുപാടുകളുണ്ട്. എന്നാൽ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാട് നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അദ്ദിബുഹും സബ്ആ, അദബ് പഠിപ്പിക്കണം 7 മുതൽ 14 വരെ എന്ന് പറഞ്ഞാൽ അദബ് പഠിപ്പിക്കുക പറഞ്ഞാൽ വടി എടുത്തിട്ട് ഇങ്ങനെ അദബ് പഠിപ്പിക്കലല്ല. ചിലർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ചെയ്യടാ, പള്ളിയിൽ പോടാ, അങ്ങോട്ട് പോടാ, ഹദ്ദാദോദടാ, യാസീനോദടാ, അത് വാങ്ങി വാടാ, ഇങ്ങനെ പറയലല്ല അദബ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആൽഫ ജനറേഷൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് അവർക്ക് മേലുള്ള ഈ അധീശത്വം എന്ന് പറയുന്നത്. അങ്ങനെ നിരന്തരമായ ഓർഡറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അഡ്വൈസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അവർ തന്തവൈബ് എന്ന് വിളിക്കും. അത് കേൾക്കേണ്ടി വരൽ മാത്രമല്ല, നമ്മൾ പറയുന്നത് അവരനുസരിക്കൂല. അങ്ങനെ അനുസരിക്കാതെ വരുന്നത് നിരന്തരമായി അവരോടുള്ള ഉപദേശങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോഴാണ്. പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വാ മോനെ, നമുക്ക് സുബഹിക്ക് പള്ളിയിൽ പോകാം, വാ നമുക്ക് പോകാം, വാ നമുക്ക് വഅദിന് പോകാം. അല്ലാതെ കുട്ടികളോട് പറയും, മോനെ സലാത്തുണ്ട് നീ പോണ്ടോന്ന് പറയും. അപ്പൊ ഈ കുട്ടിന്റെ ഉപബോധ മനസ്സിലുണ്ടാവും, വാപ്പ എനിക്ക് പോണ്ടേന്നുണ്ടാവും, പക്ഷെ ചോദിക്കൂല. അത് കുറച്ച് കഴിഞ്ഞാൽ ചോദിക്കും. ഈ ബീറ്റ ജനറേഷനിൽ വരുമ്പോ അതും ചോദിക്കൽ തുടങ്ങും. അപ്പൊ പറഞ്ഞു വരുന്നത്, അവരോട് പറയേണ്ടത് അവരെ കൈപിടിച്ച് കൂടെ ചേർത്തുകൊണ്ട് വളർത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ വീടുകളിലെല്ലാം ഇസ്ലാമിക അന്തരീക്ഷമുണ്ടായിരുന്നു. അതെല്ലാം എടുത്തൊഴിവാക്കപ്പെട്ടു പോയി. ഉമ്മമാരും എളുപ്പ വഴിയാണ് സ്വീകരിക്കുന്നത്. ഇശാ മഗ്രിബിന്റെ ഇടയിൽ യാസീനോതും ഹദ്ദാദ് റാത്തീബോതും. ഇന്നിപ്പോ ഖുർആൻ തുറക്കുന്ന പ്രവണത തന്നെ ഇല്ല. ഓതാനുള്ള ചുമതല ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടിരിക്കുകയാണ്. യൂട്യൂബ് ഓണാക്കിയിട്ട് ഉമ്മമാര് പണിയിലാണ്. ഒഴിവുള്ള സമയത്തൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ ഓതും. ഓതാൻ കഴിഞ്ഞു കിട്ടിയാൽ ഓതും. അല്ലാതെ അത് എടുത്ത് ഖുർആൻ എടുത്തു വെച്ചിട്ട് മക്കളെ ഇരുത്തിക്കൊണ്ട് വരൂ, നമുക്കൊരു യാസീനോദാം, നമുക്ക് ഹദ്ദാദ് റാത്തീബ് ചൊല്ലാമെന്ന് പറയുന്ന വീടുകൾ കുറവാണ്. ചെല്ലാൻ അറിയുന്നവരൊക്കെ നേരിട്ട് തന്നെ ഖുർആനും മേടൊക്കെ എടുത്ത് വെച്ച് തന്നെ ചെല്ലണം. അപ്പൊ അതിനൊരു ഹുദൂർ, ഇസ്തിഹ്ദാറുൽ ഖൽബ് വേറെ ഉണ്ടാവും. മറ്റേ ഉസ്താദ് ഇങ്ങനെ ചെല്ലുമ്പോ ഒഴിവുണ്ടെങ്കിൽ അതിന്റെ കൂടെ അങ്ങനെ ചെല്ലാൻ അറിയാത്തവരങ്ങനെ ചൊല്ലിക്കോട്ടെ. അത്തരം മജ്ലിസുകൾ അവർക്കുള്ളതാണ്.
ചൊല്ലാൻ അറിയുന്നവർ ഇശാ മഗ്രിബിന്റെ ഇടയിൽ മക്കളെ ചേർത്ത് നിർത്തിയിട്ട് അങ്ങനെ യാസീൻ ഓതുന്ന, നല്ല മൗലിദ് ഓതുന്ന ഒരു അന്തരീക്ഷം ചെറുപ്പത്തിൽ തന്നെ മക്കളിൽ പടുത്തുയർത്തിയാൽ ആ മക്കൾ പിന്നെ വഴിപിഴച്ചു പോകൂല. അദബ് പഠിപ്പിക്കുന്നിടത്ത് കുട്ടികളോട് പരസ്യമായി നിങ്ങൾ അവരെ ആക്ഷേപിക്കരുത്. ചിലരൊക്കെ ഉണ്ട് പലയിടത്തും ചെന്നാൽ ചില കുട്ടികളുമായിട്ട് വന്ന് പറയും, 2 മക്കളുണ്ടാകും, ഉസ്താദേ ഇപ്പം നല്ല ഉഷാറാണ്, നല്ല പഠിക്കാൻ ഉഷാറാണ്, എന്നാ രണ്ടാമത്തോനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമ്പം നല്ല കുരുത്തം കെട്ടോനാണ്, ഒന്നും പറഞ്ഞാൽ മനസ്സിലാക്കൂല, ഒന്നും തന്നെ പഠിക്കാനും ഉഷാറില്ല. കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ അവരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഉപദേശങ്ങൾ അരുത്, അങ്ങനെ ചെയ്യരുത്. അത് കുട്ടികൾക്ക് നമ്മോട് വെറുപ്പും ഇത് ഉൾക്കൊള്ളുന്നതിന് പകരം അവരുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് അവരെ സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെയുള്ള സമീപനങ്ങൾ, അതാകണം നമ്മുടെ പാരന്റിങ്. പഴയ കാലം പോലെയല്ല, പണ്ട് പേടിപ്പിച്ച് നമുക്ക് നിർത്താമായിരുന്നു. ഇന്ന് പേടിപ്പിക്കേണ്ട കാലമല്ല. കാരണം പേടിപ്പിക്കുന്നതിന് പകരം സുഖിപ്പിക്കുന്നതിന്റെ എല്ലാ തലങ്ങളും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കെ അവര് ചിന്തിക്കും, ഞാനെന്തിനങ്ങനെ പേടിച്ചുകൊണ്ട് വീട്ടിൽ കഴിയുന്നു, വീട്ടിൽ നിന്നുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും നഗരത്തിൽ പോയാൽ പിന്നെ എനിക്ക് പേടിയില്ലാതെ നിർഭയത്വമുള്ള ഒരു ജീവിതം ജീവിച്ചൂടെ എന്ന് കുട്ടികൾ കുറച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ചിന്തിക്കുന്നത് നമ്മളെ കുഴപ്പമാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതേ സമയത്ത് 7 വയസ്സ് വരെ കുട്ടികളോട് മാനസികമായി അറ്റാച്ച്മെന്റ് ഉണ്ടാക്കി 7 മുതൽ 14 വരെ അവർക്ക് വേണ്ട രൂപത്തിൽ അദബ് പഠിപ്പിച്ച ഒരു കുട്ടി 14 വയസ്സാകുമ്പോഴേക്ക് കുട്ടി നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. ഒരു കുട്ടിയെ ഹാഫിളാക്കണമെങ്കിൽ, മുതഅല്ലിമാക്കണമെങ്കിൽ 14 വയസ്സിന്റെ മുമ്പ് അത് നിർവഹിച്ചാൽ അത് സാധിക്കും. 14 കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ, ഇപ്പോഴത്തെ ന്യൂ ജനറേഷന്റെ അവസ്ഥയാണ് പറയുന്നത്, 14 കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ നമ്മളെ പിടിച്ചെടുത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അവരുടെ സർക്കിളുകൾ, അവരുടെ ഫ്രണ്ട് സർക്കിളുകൾ, സൗഹൃദ വലയങ്ങൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, മൂന്നാമത്തേത് വസാഹിബുഹും സബ്ആ, 14 മുതൽ 21 വരെ അവരോട് കൂട്ടുകാരെ പോലെ കഴിയണമെന്നാണ്. 15 വയസ്സുള്ള കുട്ടിയോട് നിങ്ങളുടെ കൽപ്പനകൾ നടത്തിയാൽ അവൻ അത് അംഗീകരിക്കൂല. എന്നാൽ 7 വരെ കുട്ടികളുടെ മനസ്സിൽ ഇടം കൊടുത്ത ഉപ്പയും ഉമ്മയും, 7 മുതൽ 14 വരെ അവരെ കൂടെ കൊണ്ടു നടന്ന് വളർത്തിയ ഉമ്മയും ഉപ്പയും, 14 കഴിയുന്ന കുട്ടിയുടെ ഉമ്മയും ഉപ്പയുമെല്ലാം അവർക്ക് നല്ല കൂട്ടുകാരനെ പോലെ ആയിട്ടാണ് ഉണ്ടാവുക. ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ തുറന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകും. അതല്ല, ഈ സന്ദർഭങ്ങളിലൊന്നും മക്കളെ ശ്രദ്ധിക്കാതെ, അവരോട് പറയാനുള്ളത് പറയാതെ, അവരെ ശാസിക്കേണ്ടിടത്ത് ശാസിക്കാതെ, അദബ് പഠിപ്പിക്കേണ്ടിടത്ത് അദബ് പഠിപ്പിക്കാതെ. കഴിഞ്ഞ ദിവസം ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നപ്പോൾ അവിടെയുള്ള പ്രിൻസിപ്പൾ ഒരു അനുഭവം പറയാണ്. ആ കുട്ടിയുടെ ഉപ്പ വന്നിട്ട് പറയുന്നു, +1 പഠിക്കുന്ന പെൺകുട്ടി രാത്രി 12 മണിക്ക് ഫോൺ ഉപയോഗിക്കുന്നുണ്ട്, സാറൊന്ന് പറയണം, അത് വാങ്ങിവെക്കാൻ വേണ്ടി പറയണം, അത് ഉപയോഗിക്കരുതെന്ന് സാറ് പറയണം. ആരാ പറയുന്നത്? കുട്ടിക്ക് ജന്മം നൽകിയ ഉപ്പ. എവിടെ നിന്നാണ് ഫോൺ ഉപയോഗിക്കുന്നത്? ആ ഉപ്പാന്റെ വീട്ടിൽ നിന്ന്. ആരാണ് ഫോൺ വാങ്ങിക്കൊടുത്തത്? ആ ഉപ്പ തന്നെയാണ് വാങ്ങിക്കൊടുത്തത്. ആ കുട്ടിയോട്, മോളെ രാത്രി 11 മണിയായില്ലേ, ഫോണൊന്നും ഉപയോഗിക്കല്ലേ എന്ന് പറയാൻ ഉപ്പാന്റെ ചങ്കൂറ്റം നഷ്ടപ്പെട്ടു പോയി. രാത്രി 12 മണിക്ക് വീട്ടിലേക്ക് കയറി വരുന്ന മകനോട്, മോനെ ഇത്ര സമയം എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ ഉപ്പാന്റെ ധൈര്യം വരുന്നില്ല. ഉപ്പ നല്ല കമ്മിറ്റിക്കാരനാണ്, പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവനാണ്. അതേ സമയത്ത് ഉപ്പ പ്രവർത്തിക്കുന്ന സംഘടനയുടെ പദ്ധതികൾക്ക് 15 വയസ്സുള്ള 16 വയസ്സുള്ള മകനെ കൈപിടിച്ചു കൊണ്ടുവരാൻ പറ്റാതിരുന്നാൽ ആരുടെ പോരായ്മയാണ്? മക്കളെ പഴി പറഞ്ഞുകൊണ്ട്, കുറ്റം പറഞ്ഞിട്ട് നമുക്ക് കൈ കഴുകി കളയാമെന്ന് കരുതുന്നുണ്ടോ? ദീനിയായ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന രക്ഷിതാക്കൾ തന്നെ പലപ്പോഴും മക്കളെ കൈപിടിക്കുന്നിടത്ത് എത്ര പാളിച്ചകളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത്രമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ട്, എത്ര കഷ്ടപ്പെട്ടുകൊണ്ടാണ് വിദേശത്ത് വെയിലിന്റെ ചൂടിൽ പണിയെടുത്തുകൊണ്ട് അധ്വാനിച്ച് ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പഠിപ്പിക്കാനും വിദ്യാഭ്യാസം നൽകാനും ഉപ്പ കഷ്ടപ്പെട്ടുകൊണ്ട് ചോര നീരാക്കി പണിയെടുത്ത് അവസാനം രോഗിയായി നാട്ടിലേക്ക്
നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോ മകളെ കല്യാണം നോക്കുന്ന സമയമായപ്പോഴേക്ക് ഏതെങ്കിലും ദുർബല നിമിഷത്തിൽ കണ്ടെത്തിയ അന്യ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മക്കളെ കാണുന്നതെന്താണ്? കോടതി മുറികളിൽ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുനീരുകൾ എന്തുകൊണ്ടാണ് നമുക്ക് കാണേണ്ടി വരുന്നത്? അഥവാ ആ നൈമിഷികമായ സന്ദർഭത്തിൽ വഴിയോരത്ത് വെച്ച് കണ്ടുമുട്ടി ബന്ധം സ്ഥാപിച്ച ചെറുപ്പക്കാരന്റെ കൂടെയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നതെന്ന് കോടതിയിൽ എന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയാണ് ഞാൻ പോകുന്നതെന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ ഉമ്മ ഉപ്പമാരുടെ ഹൃദയത്തിലേക്ക് വലിയ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ സ്നേഹത്തെ ഉൾക്കൊള്ളാനും അവരുടെ മനസ്സിലേക്ക് കടക്കാനും നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. അത് മനസ്സിലേക്ക് കടക്കാൻ കഴിയണില്ല. മക്കളോട് ഒരുമിച്ചുകൊണ്ട് സംസാരിക്കുന്ന വാപ്പയും മക്കളും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് എത്രയോ ദിവസമായവർ ഇപ്പൊ കൂട്ടത്തിലുണ്ടാവും. വാപ്പയും മക്കളും തമ്മിൽ സംസാരിച്ചവർ എവിടെയായിരുന്നു എന്ന് ചോദിക്കൂല. കോഴിക്കോട് ടൗണിലാണ് 11 കൊല്ലമായിട്ട് ഞാൻ ജോലി ചെയ്യുന്നത്. എല്ലാ ഭാഗങ്ങളിലും റമദാനാകട്ടെ, റമദാൻ അല്ലാത്ത ഭാഗങ്ങളാകട്ടെ, നമ്മുടെ സമൂഹത്തിൽപ്പെട്ട, അത് മദ്രസ പഠിച്ചതുകൊണ്ടോ പഠിക്കാത്തതുകൊണ്ടൊന്നല്ല, ആരോ പറഞ്ഞ പോലെ എല്ലാ തലമുറകളിലുമുണ്ട്. പക്ഷെ നമ്മുടെ പാരന്റിങ്ങിന്റെ പോരായ്മ അവിടെ നന്നായി മികച്ചു കാണുന്നുണ്ട്. മതവിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ ഈ കാര്യങ്ങളൊന്നും നടക്കുന്നത്. മതം പഠിപ്പിക്കുന്നത് അങ്ങനെ ലഹരി ഉപയോഗിക്കണം, അഴിഞ്ഞാടണം എന്നല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ വിദ്യാഭ്യാസത്തെയും മദ്രസകളെയും കുറ്റം പറയാം. ഇത് അതല്ലല്ലോ. മദ്രസയിൽ പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെ മാനിക്കണം, ലഹരി ഉപയോഗിക്കരുത് എന്നാണ്. അപ്പൊ കുറ്റം മദ്രസകളുടേതല്ല. അതേ സമയത്ത് നമുക്ക് കുറ്റുണ്ട്. ഞാൻ എന്റെ അനുഭവത്തിൽ പറയാണ്, പലപ്പോഴും രാത്രി 12 മണിക്ക് ശേഷം ബീച്ചിലൊക്കെ ചെന്ന് നോക്കിയാൽ അവിടെ അഴിഞ്ഞാടുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ തലമുറകളിൽ, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ തന്നെയാണ്. മറ്റുള്ളവർക്ക് അവരുടെ മക്കളെ കുറിച്ച് ജാഗ്രതയുണ്ട്, നമുക്ക് നമ്മളെ മക്കളെ പറ്റി ജാഗ്രതയില്ല. വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള മിഥ്യാധാരണകളാണ്. എന്താണ് വിദ്യാഭ്യാസം കൊടുക്കുന്നിടത്ത് നമുക്ക് പറ്റുന്നത്? പെൺകുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം. വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുന്ന മതം തന്നെയാണ്. പക്ഷെ എന്തുറപ്പിലാണ് യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്തൊരു നഗരത്തിലേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയെ പഠനത്തിന്റെ പേരിൽ നമ്മൾ പറഞ്ഞയക്കുമ്പോൾ അവരുടെ ആത്മീയമായ ജീവിതം എങ്ങനെയാണ് എന്ന് നോക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം നമുക്കില്ലേ? എന്താണ് നമ്മുടെ തലമുറകൾ പോയിക്കൊണ്ടിരിക്കുന്നത്? +2 കഴിയുമ്പോൾ അവരെ ഡിഗ്രിക്ക് പഠിപ്പിക്കണം എന്ന് ഉമ്മമാര് തീരുമാനിക്കുന്നു. ഡിഗ്രിക്ക് അങ്ങനെ കുറച്ച് മാർക്ക് കിട്ടുമ്പോ കുട്ടിയോട് വാപ്പ പറയും, ഏതായാലും കല്യാണം കഴിഞ്ഞിട്ട് ബാക്കി വേണമെങ്കിൽ പഠിക്കാം. ആ കുട്ടി പറയും, എനിക്കിപ്പോ കല്യാണം വേണ്ട, ഞാൻ PG ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, കുട്ടിയുടെ ആവശ്യമല്ലേ എന്ന് കരുതിയിട്ട് ചില ഉപ്പാരൊക്കെ അങ്ങനെ പറയും, എന്റെ മോള് PGക്കാ പഠിക്കുന്നത്, മംഗലാപുരത്താ പഠിക്കുന്നത്, ഡൽഹിയിലാ പഠിക്കുന്നത്, ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്, അഭിമാനം പറയുകയാണ്. എന്നാൽ ആ PG കഴിയുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ അവിടുത്തെ ജീവിതം എന്താണെന്ന് ഉപ്പാക്ക് ധാരണയില്ല, ഉമ്മാക്ക് ധാരണയില്ല. അങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടുകൊടുക്കുന്ന രൂപത്തിൽ, അഥവാ ഇവരുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും ഒരു മുഅ്മിനായ മനുഷ്യൻ സംബന്ധിച്ച് പ്രാധാന്യം ഉണ്ടാകേണ്ടത്. അള്ളാഹു അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന ബോധ്യം വേണം. ഏതായാലും PG കഴിഞ്ഞാൽ കുട്ടിയോട് ഉപ്പ കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിച്ചാൽ, കല്യാണം കഴിപ്പിക്കട്ടെ എന്ന് ചോദിച്ചാൽ കുട്ടി പറയും, ഏതായാലും PG കഴിഞ്ഞില്ലേ, ഇനി PhD കൂടി ചെയ്തിട്ട് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെ 5 കൊല്ലമോ 6 കൊല്ലമോ 3 കൊല്ലം മുതൽ എത്ര കൊല്ലവും PhDക്ക് എടുക്കാം. അങ്ങനെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി സമയം ചെലവഴിക്കുന്നു. 10-24 വയസ്സാകുമ്പോൾ കുട്ടിയുടെ പേരൻസ് ചോദിക്കുന്നു, ഏതായാലും ഇനി കല്യാണം നോക്കല്ലേ? അപ്പൊ കുട്ടി പറയുന്നു, ഏതായാലും ഇത്രയൊക്കെ പഠിച്ചല്ലോ, ഇനി ഒരു ഒറ്റക്കാലിൽ നിൽക്കട്ടെ, ഇതുവരെ 2 കാലിലല്ലേ നിന്നത്, ഇനി ഒറ്റക്കാലിൽ നിന്നിട്ട് കല്യാണം മതി, ഒരു ജോലിയാകട്ടെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തു നിൽക്കാണ്. ജോലിയൊക്കെ കിട്ടിയിട്ട് വരുമാനമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ആ കുട്ടിയോട് കല്യാണം കഴിക്കല്ലേ എന്ന് ചോദിക്കുമ്പോ കുട്ടി ചോദിക്കാണ്, കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു ഉടമ്പടിയല്ലേ? അത് ഭർത്താവ്
പറയുന്നത് കേൾക്കേണ്ടി വരുമല്ലോ. നമ്മളിപ്പോ നടക്കുന്നത് പോലെ നടക്കാനൊന്നും പറ്റൂലല്ലോ. അതുകൊണ്ട് എനിക്ക് കല്യാണം വേണ്ട, ഞാൻ ലിവിങ് ടുഗദർ ആവുകയാണ്. കല്യാണം ഇല്ലാതെ ആരെങ്കിലും കൂടെ ജീവിച്ചാ മതിയല്ലോ. ജീവിക്കണം എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കണോ? ഇത് അപകടം പിടിച്ച ഈ ചിന്ത നമ്മുടെ സമുദായത്തിലേക്ക് കൊണ്ടുവരാൻ ഫെമിനിസ്റ്റുകൾ നിരന്തരമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പെൺകുട്ടികളുടെ സമത്വവും സ്വാതന്ത്ര്യവും ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ തലമുറകളെ കൂടി കാർന്നു തിന്നുന്ന വൃത്തികെട്ട സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. ഈ സംസ്കാരത്തെ പറ്റി നമ്മളും ജാഗ്രതരായില്ലെങ്കിൽ അടുത്ത തലമുറ എങ്ങോട്ട് പോകും എന്നതിനെ കുറിച്ച് നമ്മൾ നന്നായി ഗൗരവത്തിൽ ചിന്തിക്കണം. വേണ്ടേ? ആരാ ഉത്തരവാദികൾ? പഠിക്കണോ? കല്യാണം കഴിച്ചിട്ട് പഠിപ്പിച്ചാളെ. പഠിപ്പിക്കുന്നിടത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. കുട്ടിയുടെ പൊട്ടൻഷ്യാലിറ്റിയോ കുട്ടിയുടെ കഴിവോ ഒന്നും നോക്കിയിട്ടല്ല പഠിപ്പിക്കുക. അപ്പുറത്തുള്ള ഡോക്ടറാണ്, എന്നാ പിന്നെ നമ്മളെ മോനെ ഡോക്ടറാക്കാൻ ലക്ഷങ്ങൾ ചെലവിട്ടുകൊണ്ട് കുട്ടികളുടെ അഭിരുചി നോക്കാതെ മതപരമായ വിദ്യാഭ്യാസം നൽകാതെ വേണ്ട സാഹചര്യങ്ങളിൽ മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കുറഞ്ഞു. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും ചിലപ്പോ മദ്രസയിൽ, അത് മതി, പിന്നെ ആകെ ജഗ പുകയായി ആകെ പ്രശ്നങ്ങളായി കുട്ടി ഇനി മദ്രസയിൽ പോകുന്നില്ല എന്ന് പറയാൻ. എന്നാൽ ഇവരുടെ സാമൂഹിക പരിസരങ്ങളിൽ പെട്ടുകിടക്കുന്ന അപകടങ്ങളെ കുറിച്ച് ഈ മാതാപിതാക്കൾ യാതൊരു നിലക്കും ജാഗ്രതരാകുന്നില്ല. മാതാപിതാക്കളെ വെട്ടിക്കൊല്ലുന്നിടത്തേക്ക് കുട്ടികൾ വരുന്നത് ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവാണല്ലോ. ആ വിദ്യാഭ്യാസം നമ്മൾ നൽകണം. രണ്ടാമത്തേത്, കുട്ടിയെ ആവശ്യമുള്ളതേ പഠിപ്പിക്കാവൂ. നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ നമ്മളെ പരിസരത്തുള്ള മെഡിക്കൽ കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ സുരക്ഷിതമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ പഠിപ്പിച്ചോളൂ. ഇസ്ലാം എതിരല്ല. അതേ സമയത്ത് പഠനത്തിന്റെ പേരിൽ ഒരു കുട്ടിയെ ഒറ്റക്ക് വിടാനുള്ള അവകാശം, ഒറ്റക്ക് യാത്ര പറഞ്ഞേക്കാനും ഒറ്റക്ക് താമസിപ്പിക്കാനും മതം അനുവദിക്കുന്നില്ല. വഴികേടിലായി നടക്കാൻ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം അങ്ങനെ ഒരിക്കലും മതം അനുവദിക്കുന്നില്ല. രണ്ടാമത്തേത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന ക്യാമ്പസുകളെ കുറിച്ച് നമുക്ക് ജാഗ്രതയുണ്ടാകണം. ആ ക്യാമ്പസിൽ പോയാൽ അവിടുത്തെ സ്ഥിതികൾ എങ്ങനെയാണ്? ഇപ്പൊ പെൺകുട്ടിയെ പറഞ്ഞയക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ആൺകുട്ടികളെ തന്നെ അവിടെ പറഞ്ഞയക്കാൻ പറ്റുമോ? അവിടെ ആകെ ലഹരിയും ആകെ പേക്കൂത്തുകളുമാണ്. ടീച്ചേഴ്സിന് നിയന്ത്രണമില്ല. ലിബറലുകളുടെ അഴിഞ്ഞാട്ടമാണ്. അങ്ങനെയുള്ള ഒരു ക്യാമ്പസിലേക്ക് നമ്മൾ കുട്ടിയെ പറഞ്ഞയക്കുമ്പോൾ നോക്കണം. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ അവിടെ കൊണ്ടുപോയി ചേർത്തും ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടി വരുമ്പോ നമ്മൾ പറയും കുട്ടി ആകെ ബടക്കായി പോയിട്ടുണ്ട്. ഉത്തരവാദി നമ്മൾ തന്നെയാണ്. രണ്ടാമത്തേത്, നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരമുണ്ട്. ഖനാഅത്ത് പരിശീലിപ്പിക്കണം. ഖനാഅത്ത് എന്നാൽ അൽ-റിദാബിൽ യസീർ, കിട്ടുന്ന അല്പമാണെങ്കിൽ അതുകൊണ്ട് പൊരുത്തപ്പെടാൻ ശീലിപ്പിക്കണം. നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു സംസ്കാരം കൊണ്ടുവരണം. മുകളിലുള്ളവരിലേക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത്. നമ്മുടെ സംസ്കാരങ്ങളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. വസ്ത്ര സംസ്കാരങ്ങളിൽ മാറ്റങ്ങൾ വന്നു. ചടങ്ങുകളിൽ മാറ്റങ്ങൾ വന്നു. നല്ല ദീനിയായി നടക്കുന്ന ഉപ്പാന്റെ മക്കളാണ്. കല്യാണത്തിന്റെ ദിവസം വന്നാൽ പിന്നെ പ്രകടനത്തിന് യാതൊരു പ്രശ്നവുമില്ല. സ്റ്റേജിൽ കൊണ്ടുപോയി മക്കളെ പ്രദർശിപ്പിക്കുന്നു. എത്രയെത്ര ആർഭാടങ്ങൾക്ക് വേണ്ടി പണങ്ങൾ എത്രയാണ് നമ്മൾ ഇടിച്ചു തീർക്കുന്നത്, എത്ര പണങ്ങളാണ് കഴിച്ചു തീർക്കുന്നത്. സൗന്ദര്യത്തിലുള്ള സങ്കല്പങ്ങളുണ്ട്. ചെറിയ മക്കൾക്ക് തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാണ്. അതുപോലെ തന്നെ മേക്കപ്പും ലിപ്സ്റ്റിക്കും എല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ മക്കളെ കൊണ്ടുപോകുന്നതെന്ന് ഗൗരവത്തിൽ ആലോചിക്കണം. അതുപോലെ നമ്മുടെ ഉപഭോഗ സംസ്കാരമുണ്ട്. വസ്ത്രം വാങ്ങുന്നിടത്ത്, അത് ഉപയോഗിക്കുന്നിടത്ത്, ഒരു കല്യാണത്തിന് പോകാൻ ഒരു വസ്ത്രം, ഇന്നിപ്പോ പെരുന്നാളാണ്, ആ പെരുന്നാൾക്ക് ഒരു വസ്ത്രം വാങ്ങി. മറ്റന്നാൾ ഞായറാഴ്ച വേറൊരു കല്യാണം ഉണ്ടെന്ന് വെച്ചോളൂ, എന്നാൽ ആ കല്യാണത്തിന് പോകാൻ വേറെ വസ്ത്രം വേണം. ഇത് മറ്റൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് കണ്ട വസ്ത്രം ഇടാൻ പറ്റൂല. നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സംസ്കാരങ്ങളാണ്. എന്നിട്ട് പണത്തിന് യാതൊരു മൂല്യവുമില്ലാത്ത നിലക്ക് ഈ ആധുനിക കാലം ഇത് വാങ്ങൂ, അത് അനുഭവിക്കൂ, ഇത് കഴിക്കൂ, അത് ചെയ്യൂ എന്ന് പറയുന്നതിന്റെ പിന്നാലെ കുടുംബവുമായി നമ്മളിങ്ങനെ പോവാണ്. നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ. എന്നിട്ട് പറയും ഇപ്പോഴത്തെ കാലല്ലേ, ഇതൊന്നും ഇല്ലാതെ നടക്കൂല. നടക്കും. കുട്ടികൾക്ക് എപ്പോഴും വേണ്ടത് സ്നേഹമാണ്, ആത്മീയ അന്തരീക്ഷമാണ്. യാത്ര വേണോ? വേണം. മാതാപിതാക്കളോ ഒരുമിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബം ഒന്നിച്ച് യാത്ര വേണം.
ആ യാത്ര എവിടേക്കെങ്കിലും നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കോ ദീൻ വിലക്കപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ കുടുംബങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്ത് ഉമ്മയും ഉപ്പയും മക്കളൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കാവുന്ന ഒരു സാഹചര്യം വേണം, ഉണ്ടാകട്ടെ. ഭക്ഷണം കഴിക്കാൻ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാം. എല്ലാ ദിവസവും ഭക്ഷ്യ സംസ്കാരം പുറത്തു നിന്ന് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാകാം. അത് നമ്മുടെ സമ്പത്തിനും കേടാണ്, ശരീരത്തിനും കേടാണ്. എപ്പോഴെങ്കിലും വീട്ടുകാർ ഒരുമിച്ച് പോയി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തല്ല. അതേ സമയത്ത് ഏതെങ്കിലും ഒരു നേരം എല്ലാ ദിവസവും ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. നമ്മളെല്ലാരും വീട്ടിൽ ഇന്നു മുതൽ തുടങ്ങണം. രാത്രിയിലെ സമയമായാൽ നന്നായി. അപ്പൊ കുട്ടി പറയും, ചിലപ്പോൾ മകൻ വിളിച്ചു പറയും, ഞാൻ ഏതായാലും നേരം പോകും, നിങ്ങൾ കഴിച്ചോളി. അപ്പൊ ഉമ്മയും ഉപ്പയും പറയണം, നീ വരാതെ നമ്മൾ കഴിക്കൂല, നിന്നെ കാത്തുക്കും. നീ 12 മണിക്കാണോ വരിക, എന്നാ നമ്മളും 12 മണിക്കേ കഴിക്കൂ. 2 ദിവസം കാത്തു നോക്കി 3-ാമത്തെ ദിവസം കുട്ടി നേരത്തെ എത്തും. എന്നിട്ട് ആ കഴിക്കുന്ന സമയത്ത് മൊബൈൽ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കുട്ടികളോട് മനസ്സ് തുറന്ന് സംസാരിക്കും. അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പറയാൻ, അത് കേൾക്കാൻ ഉപ്പയും ഉമ്മയും ഉണ്ട് എന്നൊരു തോന്നൽ അവിടെ വരും. മറ്റു കുട്ടികളോട് ബന്ധമില്ല. പലപ്പോഴും ഉസ്താദ്മാരോട് പറയും, ഉസ്താദ് ഓന് ശരിയില്ല, ഓനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്തേ, ബാപ്പാക്ക് ഇത് പറയാൻ ധൈര്യം വരുന്നില്ല, ബാപ്പാക്ക് അറ്റാച്ച്മെന്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ മക്കളോട് ചെറിയ പ്രായം മുതൽ തന്നെ ഈ സമീപനം തുടങ്ങിയാൽ അല്ലാത്ത മക്കളോട് മനസ്സ് തുറന്നിട്ട് ഉപ്പമാര് സംസാരിക്കണം, ഉമ്മമാര് സംസാരിക്കണം. എന്നാലേ ഈ അപകടം പിടിച്ച സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുകയുള്ളൂ എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എല്ലാം സ്വാലിഹീങ്ങളിലും മുഖ്റവിയായ മക്കളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തായി നമ്മെ ഏൽപ്പിച്ച മക്കളാണ്. ഗസാലി ഇമാം പറയുന്നുണ്ട്, പ്രായപൂർത്തിയാകുമ്പോൾ ആ മക്കളെ കൈ പിടിച്ചിട്ട് പറയാൻ കഴിയണമെന്നാ, എന്ത് മോനെ, ഞാൻ നിന്നെ ഇൽമു പഠിപ്പിച്ചു, നിനക്ക് അദബ് പഠിപ്പിച്ചു, ഇപ്പോഴിതാ നിനക്ക് പ്രായപൂർത്തിയാവാണ്, ഞാൻ നിന്നെ കെട്ടിച്ച് കല്യാണം കഴിച്ചു തരുന്നു, അല്ലെങ്കിൽ നിന്നെ കെട്ടിച്ചു വിടുന്നു. ഇതാ ഞാൻ നിന്നെ തൊട്ട് അനബരി ഉമ്മിൻക, ഖിയാമത്ത് നാളിൽ എന്നെ പറയരുതിട്ടോ, ഞാൻ നിന്റെ എല്ലാ ഹക്കുകളും നിർവഹിച്ചിട്ടുണ്ട് എന്നൊരു കുട്ടിയോട് പറയാൻ ഒരു ഉമ്മാക്കും ഉപ്പാക്കും കഴിയണം. അതിനങ്ങനെ ബന്ധം വേണം. ചെറുപ്പം മുതലേ അങ്ങനെ വളർത്തണം. ചിലർക്കൊക്കെ അപകർഷതയാണ്. ചിലർ പറയും ഉപ്പാക്കൊക്കെ നല്ല സ്നേഹമാണ്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല. പിഷ്കണ്ട, പഴയ കാലം പോലല്ല. സ്നേഹം പ്രകടിപ്പിച്ചോ, കുട്ടിക്ക് ഉമ്മ കൊടുത്തോ, കുട്ടിയെ ചേർത്ത് പിടിച്ചോ, ഒന്ന് ഹഗ് ചെയ്തോ, ഒന്ന് കേട്ടോ, മോനെന്ന് വിളിച്ചോ, ഓമനപ്പേര് വിളിച്ചോ, ഒരു പ്രശ്നമില്ല. ഒന്നും പറ്റാൻ പോലില്ല. നമ്മൾ ഇടിഞ്ഞു പോവല്ല, മക്കളിലേക്ക് നമ്മൾ അത്രയും അടുക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ദുർഘടമായ വളരെ ഭീതിതമായ ഒരു സാഹചര്യത്തെ പിടിച്ചു നിർത്താൻ, അടുത്ത ഒരു തലമുറയെ സംരക്ഷിക്കാൻ ഇതല്ലാത്ത വേറൊരു വഴിയില്ല. അല്ലാതെ അവിടെ ഏതെങ്കിലും ക്ലാസ് നടത്തിയിട്ടോ കുട്ടിയെ കൗൺസിൽ ചെയ്തിട്ടോ ഒന്നും ഇതിന്റെ എഫക്റ്റീവ് ഉണ്ടാവില്ല. നമ്മൾ കുട്ടിയെ ചെറിയ പ്രായം മുതൽ തന്നെ ദീനിയായ നമ്മൾ പറഞ്ഞ നിലക്ക് ഓരോ ഘട്ടങ്ങളിലും നമുക്ക് അവരെ പരിപാലിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അവരോടുള്ള ഹക്ക് പൂർത്തീകരിച്ചു. ആ കുട്ടിയോട് പ്രായപൂർത്തിയാവുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, മോളെ, ഞാൻ നിന്നെ അദബ് പഠിപ്പിച്ചു, ഇൽമു പഠിപ്പിച്ചു, ഞാൻ എന്നെ കല്യാണം കഴിച്ചവരാണ്, നിന്നെ തൊട്ടുള്ള എല്ലാ ഷറിൽ നിന്നും പരലോകത്തെ ഞാൻ രക്ഷപ്പെടാണമെന്ന് ആഗ്രഹിക്കുന്നു, ഞാൻ ഒഴിവാകാണ്. എന്നാ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തെ തൊട്ട് സൂക്ഷിക്കണം എന്ന അള്ളാഹുവിന്റെ വാക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ.